ഹായ് ഗൈസ്, നമസ്കാരം. സിദ്ദീഖ് സൈഫുദ്ദീൻ അക്കരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ക്യാമറാമാൻ അക്ബർ ഷനൌഷാദാണ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ജർമ്മനിയാണോ യു കെ ആണോ നമുക്ക് പ്രാക്ടിക്കലായിട്ട്, അതായത് നമ്മൾ പ്രൊമോഷനും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും പല രീതിയിൽ പ്രൊമോഷൻ നടത്താറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്ക് ഈ പറയുന്ന രാജ്യങ്ങൾ ചൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റിയാലിറ്റി എന്താണ്, എത്ര രൂപ ക്യാഷ് വേണം എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് യു കെയെ പറ്റി തന്നെ സംസാരിക്കാം. നമുക്ക് യു കെയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് വരുന്നില്ല, അതായത് യു കെയിൽ ഫീസ് ഉണ്ട്. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അവിടെ ട്യൂഷൻ ഫീസ് വരുന്നില്ല. അതുകൊണ്ട് അവിടെ അഡ്മിഷൻ ചെയ്തു തരുന്നതിന് ഏജൻസീസ് ഫീസ് വാങ്ങുന്നുണ്ട്. അതായത് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഏജൻസിക്ക് ഫീസ്, അതായത് അവർ പേപ്പർ വർക്ക് ചെയ്തു തരുന്നതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനി പോകാൻ പറ്റുള്ളൂ. 1. 2, യു കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പോകാൻ പറ്റും. നമുക്ക് മീൻസ് സർവീസ് ചാർജ് വരുന്നില്ല, കാര്യം അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫീസ് ഉള്ളതുകൊണ്ട്. രണ്ടാമത്തെ കേസ് ട്യൂഷൻ ഫീസിന്റെ കാര്യമാണ്. യു കെ എന്ന് പറയുന്ന രാജ്യത്ത് പഠിക്കാൻ പോകണമെങ്കിൽ നമുക്കൊരു മാസ്റ്റേഴ്സിന്റെ കാര്യം സംസാരിക്കാം. മാസ്റ്റേഴ്സിന് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 2 ഇയർ മിനിമം 15 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ യു കെയിൽ പഠിക്കാൻ പോകാൻ കോസ്റ്റ് വരുന്നുണ്ട്. ജർമ്മനിയിലാണ് ടോട്ടലി ഫ്രീ ആണ് എന്നുള്ളതാണ് ജർമ്മനിയുടെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷേ യു കെയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് റിയാലിറ്റി നമ്മൾ സംസാരിക്കണം. നമുക്ക് ജസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആയിട്ട് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു കെയിൽ പോകാൻ പറ്റും എന്നുള്ളത് യു കെയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഫണ്ട് നമ്മുടെ കയ്യിൽ വേണമെന്നില്ല, ജസ്റ്റ് ലോൺ എടുത്താൽ മതി. ജർമ്മനിയിലാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, മൂന്നാമതൊരു ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞൊരു കാര്യം പലരും നമുക്ക് സംസാരിക്കുന്നുണ്ട് ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജർമ്മനി പോകണമെന്നുണ്ടെങ്കിൽ ഒരു 12 മുതൽ 13 ലക്ഷം രൂപ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കണം ജർമ്മനിയിൽ, ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കണം. ജർമ്മനിയിലാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ക്യാഷ് ഉണ്ടാവണം. ഈ പറയുന്ന 13 ലക്ഷം രൂപയും നമ്മൾ അക്കൗണ്ടിൽ എക്സ്പാട്രി വഴി ജർമ്മനിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടിൽ കാണിക്കാതെ പോകാൻ പറ്റില്ല. അപ്പം നിർബന്ധമായിട്ട് നമ്മുടെ ക്യാഷ് ഉണ്ടാവണം. ഓക്കെ, അതേസമയം യു കെ ആണെങ്കിൽ ബ്ലോക്ക്ഡ് എമൗണ്ട് നമുക്കറിയാം. റിയാലിറ്റി എന്ന് വെച്ചാൽ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാൻ തേർഡ് പാർട്ടി അസിസ്റ്റൻസ് പോസിബിൾ ആണ്. 10-50,000 രൂപ അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്കൗണ്ടിൽ കാണിക്കും, ആ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സത്യാവസ്ഥ. അടുത്തതായിട്ട് നമുക്ക് ജർമ്മനിക്ക് ഇപ്പൊ വിസ ഫയലിംഗ് ചാർജ് ആണ് വരുന്നത്, വളരെ തുച്ഛമായ പൈസ വരുന്നുള്ളൂ. വിസ ഫയലിംഗ്, ഇൻഷുറൻസ് എല്ലാം കൂടി പോയാൽ നമുക്ക് ഈ ജർമ്മനിക്ക് ആണെങ്കിൽ ഒരു 30,000 രൂപ കോസ്റ്റ് വരും. ഓക്കെ, അതേസമയം യു കെക്ക് ആണെങ്കിൽ നമുക്ക് വരുന്ന വിസ ഫയലിംഗ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ മാത്രം നമുക്ക് ഒരു 50,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. 2, ഓരോ വർഷം ഇൻഷുറൻസ് അടയ്ക്കാൻ 750 പൗണ്ട്സോളം യു കെക്ക് ആണെങ്കിൽ കോസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഇൻഷുറൻസ് അടയ്ക്കാൻ തന്നെ കോസ്റ്റ് വരുന്നുണ്ട്. ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു അപ്പോയിന്റ്മെന്റും വിസ ഫയലിംഗ് മീൻസ് ഇൻഷുറൻസ് എല്ലാം കൂടെ നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 30,000 അതിൽ താഴെയോ മാത്രമാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ജർമ്മനിക്ക് പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾമോസ്റ്റ് സെയിം കോസ്റ്റ് ആണ്. 35,000-നും 50,000-നും ഇടയ്ക്ക് ഫ്ലൈറ്റ് കോസ്റ്റ് 2 രാജ്യത്തേക്കും വരുന്നുണ്ട്. ദെൻ വരുന്ന നമ്മുടെ ഒരു കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ എന്തായാലും കയ്യിൽ നിങ്ങൾ ഒരു 1,500 പൗണ്ട്, ഒരു നാട്ടിൽ ഒരു INR 1.5 ലക്ഷം മാറിയത് ജർമ്മനി പോണെങ്കിലും കയ്യിൽ കരുതുക, യു കെ പോണെങ്കിലും കയ്യിൽ കരുതുക. സോ ഗൈസ്, റിയാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യു കെക്ക് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാനുള്ള പൈസ ലോണായിട്ട് എടുത്തു, ചിലവില്ല. അതിനുശേഷം നമുക്ക് വരുന്ന വെച്ചാൽ തേർഡ് പാർട്ടിക്ക് ഒരു പൈസ കൊടുക്കാൻ ഒരു 50,000 രൂപ മുതൽ മാക്സിമം 1 ലക്ഷം രൂപ നമുക്ക് തേർഡ് പാർട്ടി കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, 2 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു മെഡിക്കൽ എടുക്കാൻ ഒരു 3,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് അടയ്ക്കണം, ഞാൻ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ നമുക്ക് ഇൻഷുറൻസ് അടച്ച ശേഷം അപ്പോയിന്റ്മെന്റ് ഒരു 50,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ട കോസ്റ്റ്, അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കോസ്റ്റ്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ 3.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപയാണ് നമുക്ക് റിയാലിറ്റിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട പൈസ യു കെക്ക് പോകാൻ. ഓക്കെ, ജർമ്മനി എടുത്തു നോക്കാം. ജർമ്മനി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഏജൻസിക്ക് തന്നെ 3 ലക്ഷം രൂപ നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് മിനിമം 2.5 ലക്ഷം രൂപ എല്ലാ ഏജൻസീസും നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ വാങ്ങിക്കുന്നുണ്ട്. 2.5 ലക്ഷം രൂപ. 2 ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാൻ 12 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ തന്നെ എത്രയായി? 3 ലക്ഷം 12 അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം കൂടെ കോസ്റ്റ് അവിടെ തന്നെ 15 ലക്ഷം രൂപ കോസ്റ്റ് ആയി. പ്ലസ് വിസ ഫയലിംഗ് ഇൻഷുറൻസ് 30,000 വരുന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 35,000 കോസ്റ്റ് വരുന്നുണ്ട്, പോകാൻ നേരത്തുള്ള കോസ്റ്റ്. സോ ജർമ്മനിയിൽ പഠിക്കാൻ പോകാൻ ഫ്രീ ആണ്, ചുമ്മാതെ പോവാം എന്ന് ധരിക്കുന്നവർ ഈ 2 കോസ്റ്റ് കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ജർമ്മനിയുടെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഫീസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കുന്നതെങ്കിൽ 15 ലക്ഷം അല്ലെങ്കിൽ 17 ലക്ഷം രൂപ അടച്ചിട്ടാണ് പോണത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് സമ്പാദിക്കാൻ തിരിച്ചടയ്ക്കാൻ പറ്റും. തിരിച്ചടച്ചല്ലോ നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പൊ ആ പൈസ ഫീസ് ബാധ്യതയായിട്ട് തന്നെ കിടക്കും. ജർമ്മനിയിൽ ആ ബാധ്യത ഇല്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ യു കെയെ സംബന്ധിച്ച് യു കെയിൽ IELTS വേണ്ട, ഡിപെൻഡന്റ് വിസ ഓപ്ഷൻസ്
പറയുന്നുണ്ട്. ജർമ്മനിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡന്റ് അലൗഡ് ആണ്, പക്ഷെ ആഫ്റ്റർ 6 months ആണുള്ളത്. ജർമ്മൻ ലാംഗ്വേജ് A1 വേണം. UK ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇല്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മെയിൻ ബെനിഫിറ്റുകൾ. ഓക്കെ, സോ നിങ്ങൾ ഇത് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു. ബൈ.